ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളിലാണോ നിങ്ങൾ? നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങളൊക്കെ വെച്ച് ഓണം എന്ന അനുഭവത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാമല്ലേ? ആ, തീർച്ചയായും. ഇത് വെറുമൊരു ആഘോഷം എന്നതിലുപരി കേരളത്തിന്റെ സംസ്കാരം, പിന്നെ ഐതിഹ്യം, ഒത്തുചേരൽ, ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് വരുന്നു എന്ന് നോക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരിയാണ്. ഓണം വെറുമൊരു ഉത്സവമല്ല, ശരിക്കും അതൊരു വികാരമാണ്. 10 ദിവസം നീളുന്ന ഓരോ ദിവസത്തിനും അതിൻ്റേതായ അർത്ഥങ്ങളുള്ള ഒരനുഭവം. അതെ. അപ്പോ ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓണം ഇത്രയധികം പ്രിയപ്പെട്ടതാകുന്നത്? അതിന്റെ പിന്നിലെ കഥകൾ, ആചാരങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിലെ പ്രധാന കാര്യം മഹാബലിയുടെ ഐതിഹ്യം തന്നെയാണല്ലേ? അതെ അതെ. നീതിമാനായ ഒരു രാജാവ്, പ്രജാക്ഷേമ തൽപരൻ, അദ്ദേഹത്തിന്റെ ആ ഒരു സുവർണ കാലഘട്ടം, അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ശരിയാണ്. പിന്നെ വാമനന്റെ ആ ഒരു കഥ, വാമനൻ മഹാബലിയെ പരീക്ഷിച്ചു, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയുമ്പോഴും വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ അനുവാദം നൽകിയെന്നത്, ആ ഒരു ബന്ധം, അതല്ലേ പ്രധാനം? തീർച്ചയായും. ആ ഐതിഹ്യം ഓണത്തിന് ഒരു വൈകാരികമായ അടിത്തറ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ ലേഖനത്തിൽ പറയുന്ന പോലെ കാർഷികപരമായ കാര്യം. അതെ, ഇതൊരു വിളവെടുപ്പുത്സവം കൂടിയാണെന്നത് വളരെ പ്രധാനമാണ്. കർക്കിടകമൊക്കെ കഴിഞ്ഞ് ക്ഷാമം മാറി വയലുകളൊക്കെ ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്ന ആ ഒരു സമൃദ്ധിയുടെ കാലം. അതോടൊപ്പം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഒരുമയുടെ ഉത്സവം. അതെ. കേരളത്തിന്റെ ആ ഒരു സാമൂഹിക ഘടനയിൽ ഓണത്തിനുള്ള പങ്ക് വലുതാണ്. 10 ദിവസത്തെ ആഘോഷമാണല്ലോ ഓണം, അത്തം മുതൽ തിരുവോണം വരെ. അതിൽ തന്നെ ഈ അവസാന 4 ദിവസങ്ങൾ, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. അതെ, അതിനാണ് പ്രാധാന്യം കൂടുതൽ. തിരുവോണനാളിലാണ് മഹാബലി എത്തുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ. ഈ ദിവസങ്ങളിലെ പ്രധാന കാഴ്ചകളിലൊന്ന് തീർച്ചയായും പൂക്കളമാണ്. പൂക്കളം. അത്തത്തിന് ചെറിയൊരു പൂക്കളം ഇട്ട് തുടങ്ങും. പിന്നെ ഓരോ ദിവസവും അത് വലുതായി വരും. 10ാം നാളാവുമ്പോഴേക്കും വലിയൊരു പൂക്കളമാവും. മുൻപൊക്കെ നാടൻ പൂക്കളായിരുന്നു കൂടുതൽ, അല്ലേ? ഇപ്പോഴാണെങ്കിലോ? ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈനിലായാലും പൂക്കളുടെ കാര്യത്തിലായാലും. എന്നാലും ആ ഒരു ചടങ്ങായിട്ട് അത് തുടരുന്നു. പൂക്കളം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് ഓണസദ്യ. സദ്യ, അത് പറയാതിരിക്കാൻ പറ്റില്ല. തൂഷനിലയിൽ വിളമ്പുന്ന ആ വിഭവസമൃദ്ധമായ സസ്യാഹാരം വായിൽ വെള്ളമൂറും ശരിക്കും. അതെ. 16 മുതൽ 28, ചിലപ്പോൾ അതിൽ കൂടുതലും വിഭവങ്ങളുണ്ടാവാം. അതൊരു ഭക്ഷണ രീതി എന്നതിലുപരി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം, പങ്കുവെക്കൽ, അതാണ്. ശരിയാണ്. ഓരോ കറിക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്, വിളമ്പുന്നതിനൊരു ക്രമമുണ്ട്. അതെ. അവിയൽ, സാമ്പാർ, ഓലൻ, പച്ചടി, കിച്ചടി, പിന്നെ പായസങ്ങൾ. 2-3 തരം പായസം കാണും ചിലപ്പോ. ഗംഭീരം തന്നെ. സദ്യ കൂടാതെ മറ്റാഘോഷങ്ങളുമില്ലേ ഈ ആവേശമുണർത്തുന്ന കാര്യങ്ങൾ? തീർച്ചയായും. വള്ളംകളി, അതാണ് മറ്റൊരു പ്രധാന ആകർഷണം. നെഹ്റു ട്രോഫി, ആലപ്പുഴയിലെ വള്ളംകളി. അതെ, അതൊരു ലോക പ്രശസ്തമായ ഇവന്റാണ്. വെറുമൊരു മത്സരമെന്നതിലുപരി ആ നാടിന്റെ, ഗ്രാമങ്ങളുടെയൊക്കെ ഒരു ആവേശമാണ് അതിൽ കാണുന്നത്. ശരിയാണ്. അതുപോലെ തൃശ്ശൂരിലെ പുലികളി, അതും ഓണത്തിനൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. കടുവയുടെ വേഷം കെട്ടി ചായയൊക്കെ ഇട്ട് വലിയൊരു ഒരുക്കമാണ് അതിനു പിന്നിലല്ലേ? അതെ, വലിയ തയ്യാറെടുപ്പുകളുണ്ട്. അതൊരു നാടൻ കലാരൂപമെന്നതിലുപരി ഒരു ജനകീയ ആഘോഷം തന്നെയാണ്. പിന്നെ പല നാട്ടിൻപുറങ്ങളിലും ഇപ്പോഴും സജീവമായ ഓണക്കളികളുണ്ട്. ഓണക്കളികൾ, വടംവലി, ഉറിയടി, പിന്നെ തുമ്പിത്തുള്ളൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ആ ഒരു കൂട്ടായ്മയ്ക്കും വിനോദത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോ ഇത്രയൊക്കെ കേൾക്കുമ്പോ ആദ്യമായിട്ട് ഓണം അനുഭവിക്കാൻ വരുന്നൊരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഈ ഓണത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ? ഏറ്റവും പ്രധാനം ഒരു ഓണസദ്യയിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഒരു സുഹൃത്തിന്റെ വീട്ടിലാവാം, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിലാവാം. സദ്യ മിസ് ചെയ്യരുത്. അതെ. പിന്നെ പറ്റുമെങ്കിൽ ഒരു ചെറിയ പൂക്കളമെങ്കിലും ഒരുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, അതിന്റെ ഒരു ഭംഗി അറിയാൻ. പിന്നെ കേരളീയ വസ്ത്രങ്ങൾ, മുണ്ടും നേരിയതും അല്ലെങ്കിൽ കസവു സാരിയൊക്കെ ഉടുക്കുന്നത് ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ സഹായിക്കും. ആ ഒരു മൂഡ് കിട്ടും. അതെ. വള്ളംകളിയോ പുലികളിയോ അങ്ങനെ എന്തെങ്കിലും നേരിൽ കാണാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ അനുഭവമായിരിക്കും. ശരിയാണ്. പിന്നെ ആശംസകൾ പറയാനും മറക്കരുത്. തീർച്ചയായും. ഓണാശംസകൾ എന്ന് പരസ്പരം സ്നേഹത്തോടെ പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഓണം എന്നത് ഈ പറഞ്ഞ പോലെ ഐതിഹ്യം,
കൃഷി, കല, ചരിത്രം, സമൂഹം ഇതെല്ലാം ഒരുമിക്കുന്ന ഒരു വലിയ ക്യാൻവാസാണ്. അതെ. വെറുമൊരു കാഴ്ച എന്നതിലുപരി പങ്കുവെക്കലിന്റെയും ഒരുമയുടെയുമൊക്കെ ഒരാഘോഷം. തീർച്ചയായും. നിങ്ങൾ ഈ ഓണക്കാലം അനുഭവിക്കുമ്പോൾ ഒരുപക്ഷേ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതായത്, എങ്ങനെയാണ് ഒരു നാടിന്റെ പൈതൃകം, തലമുറകളായി കൈമാറി വന്ന ആചാരങ്ങള്, പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ട് ഇപ്പോഴും ഇത്ര ഊർജ്ജത്തോടെ നിലനിൽക്കുന്നത് എന്ന്. അതൊരു നല്ല ചിന്തയാണ്. ആ ചോദ്യം ഓണത്തിന്റെ യഥാർത്ഥ ചൈതന്യം മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചേക്കാം. അതെ, ഒരുപക്ഷേ.